ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ? ഒരു ലിക്വിഡേഷൻ, അതായത് സ്ഥാപനം നിർത്തലാക്കുക. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ലൈസൻസ് കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഇതൊരു കമ്പനിയാണോ അതോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണോ. ആദ്യം നിങ്ങളിത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടറി പബ്ലിക് ഉണ്ട് UAE. അവിടെ പോയി ഇതിന്റെ ഡോക്യുമെന്റ് ശരിയാക്കി ആദ്യം എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് പേപ്പർ, പിന്നെ നോട്ടറി പബ്ലിക്കിന്റെ ക്യാൻസലേഷന്റെ പേപ്പർ എടുത്ത ശേഷം ഒരു 520 dirhams ഒക്കെ വരുന്ന ചെറിയ പ്രൊസീജിയേഴ്സ് ആണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. ഈ കാലയളവിൽ എംപ്ലോയീസിന്റെ വിസ ക്യാൻസൽ ചെയ്യണം. അതുപോലെ ഇൻവെസ്റ്ററുടെ വിസ ഉണ്ടാവും അതിൽ, അത് ക്യാൻസൽ ചെയ്യണം. ഈ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ ഫൈനൽ ഓഡിറ്റിംഗ് സബ്മിറ്റ് ചെയ്യണം റിപ്പോർട്ട്. ഇങ്ങനെ ഒരാൾ അവസാനിപ്പിച്ച ഒരാള്, അതെ, അയാൾ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ഒരു ബിസിനസ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. ഈ സമയത്ത് ഒരു പ്രശ്നവും ഇല്ലെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ മനസ്സിൽ തോന്നുന്നവർക്ക് നമുക്ക് മറ്റൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കും. ഈ ട്രേഡ് ലൈസൻസ് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. പഴയ ലൈസൻസിന്റെ ഡേറ്റ് കിട്ടുന്നു, നിങ്ങൾ ഫ്രീസ് ചെയ്ത ലൈസൻസ് വീണ്ടും ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതേ പേര് തന്നെ കിട്ടുന്നു, അതേ സ്ഥാപനം കിട്ടുന്നു. പക്ഷെ അതേസമയം എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ട്രേഡ് ലൈസൻസിന്റെ ഫീസോ കാര്യങ്ങളോ അത് 2200 dirhams മാത്രം കൊടുത്ത് നമുക്കൊരു 3-4 വർഷത്തേക്ക് അത് ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഞാനത് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അത് അറിയാത്ത ആളുകൾ ഒന്ന് വേഗം ലിക്വിഡേറ്റ് ചെയ്ത് പോകും.